വെളിച്ചെണ്ണ, അതിൽ കുറച്ച് ഗ്ലിസറിൻ, വെറുതെ ഒന്നും വേണ്ട, വെറുതെ ഗ്ലിസറിൻ ഇല്ലേ, അത് മാത്രം നൈറ്റിൽ, ഗ്ലിസറിൻ ഇല്ല, അത് നൈറ്റിൽ തേച്ച് മുഖത്തൊക്കെ തേച്ച് കയ്യിലൊക്കെ തേച്ചാൽ അത് തന്നെ ഒരു വലിയ സൗന്ദര്യത്തിൻ്റെ. അതിൽ കുറച്ച് നമുക്ക് അലോവേര വയ്ക്കുന്നുണ്ടല്ലോ, അതും കൂടെ കലർന്ന നീ നല്ലത്. അതിൻ്റെ കൂടെ ഒരു 2 നമ്മുടെ EVON ടാബ്ലറ്റ് അത് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങനെ കലക്കി അതും കൂടെ ഇട്ടാൽ കുറച്ച് നല്ലത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമ്മളെന്തിനാ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇത് നമുക്കറിയില്ല അവർ എന്തൊക്കെയാണ് മേടിക്കുന്നത്, എന്തൊക്കെയാണ് ഇടുന്നത്. അന്ന് ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടായിരുന്നു, പോവുമായിരുന്നു. സത്യം പറയട്ടെ, ഞാൻ അഭിനയം നിർത്തിയില്ലേ, ഈ മനസ്സിനക്കരെ പിന്നെയാണ് വന്നത്. ആ മനസ്സിനക്കരെ വന്ന് അഭിനയം നിർത്തുന്ന അപ്പം വരയ്ക്കും ഞാൻ ബ്യൂട്ടി പാർലർ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾക്ക് അറിയില്ല ബ്യൂട്ടി പാർലർ, കാരണം സമയവും ഇല്ല. രാവിലെ മുതൽ രാത്രി വരയ്ക്കും ഞങ്ങൾ ഷൂട്ടിങ് എന്നല്ലാതെ ഞങ്ങൾക്ക് പോയി 1/2 മണിക്കൂർ, അര ദിവസം വേണ്ടേ ബ്യൂട്ടി പാർലറിൽ പോയാൽ അവിടെ തേച്ച് കാല് തേച്ച് ഇത് കഴിച്ചൊക്കെ വരുമ്പോഴേക്കും അര ദിവസം പോകും. നമുക്ക് അര ദിവസം ഉണ്ടെങ്കിൽ പടം തീർക്കാം. പോകാറില്ല. ബ്യൂട്ടി പാർലർ പോയിട്ട് അഭിനയം നിർത്തിയതിന് ശേഷമാണ് ഓരോന്നും ബ്യൂട്ടി പാർലർ പോയി. പിന്നെ അതിന് മനസ്സിനക്കരെ വന്നതിന് ശേഷമാണ് ഈ പുതിയ ജനറേഷൻ്റെ ആൾക്കാരെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. അത് വന്നപ്പോൾ ഇവരൊക്കെ ബ്യൂട്ടി പാർലർ പോകുന്നു, അവിടെ പോകുന്നു, ഇത് ചെയ്യുന്നു. പുതിയ ഒരുപാട് സിനിമാ നടിമാർക്ക് അവരുടേതായിട്ടുള്ള ബ്രാൻഡ് തന്നെ ഉണ്ട്. പിന്നെ വന്ന് ഈ ഇത് ഐബ്രോസ് മാത്രം ഞങ്ങൾ തന്നെ പ്ലക്ക് ചെയ്യും. അല്ലെങ്കിൽ മേക്കപ്പാനോ അല്ലെ ഉണ്ടാവും, അവർ കുറച്ച് ഇവിടെ അത്രയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് അറിയാം. അത് ശരിക്കും കാണാനുണ്ട്. അന്നും ഇന്നും എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ബ്യൂട്ടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബ്യൂട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.